പോയ കാര്യം എന്തായി? അവരെന്താ പറഞ്ഞു? അവർക്ക് ഡീൽ ഓക്കെ ആണോ? അവര് ആദ്യമൊന്നും സമ്മതിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ രണ്ടെണ്ണം കൊടുത്ത്, അപ്പൊ അവന്മാര് സമ്മതിച്ച്. അതെന്തായാലും നന്നായി. രണ്ടെണ്ണം കിട്ടിയിട്ടായാലും അവന്മാര് സമ്മതിച്ചില്ല. നമുക്കത് മതി. അതെ, തന്നോടും മക്കളോടും കൂടിയാ. നാളെ നാട്ടിലേക്ക് പോണം. അതുകൊണ്ട് വേഗം ചെന്ന് എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേഗം പാക്ക് ചെയ്ത് വെച്ചു. നാളെ നാട്ടിലേക്ക് പോവാണേ. ഞാനെങ്ങും വരുന്നില്ല. നിങ്ങൾ പോയിട്ടോ. ഞാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. പോയി ഡ്രസ്സ് വെക്കിയിടാൻ നിന്റെ ഓരോ കാര്യങ്ങള്. നാളെ വെളുക്കുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങി കാണേണ്ടല്ലോ. എല്ലാത്തിനും മുട്ടുകാരെ ഞാൻ കഴിയും. ആരും കാണാനില്ലല്ലോ. എല്ലാവരും ഉറങ്ങിയെന്നാ തോന്നണേ. എന്റെ പൊന്നാര മോളോടെ നിന്ന് അമ്മയ്ക്ക് കുറച്ച് കാര്യം ചോദിക്കാണ്ട്. ചോദിക്കില്ല നാഥ. ഇത്ര നേരം നീ എവിടെയായിരുന്നു? അത് പിന്നെ മാഷേടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിന്റെ റിസൾട്ട് 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യുന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ട് പോയതാ. എന്നിട്ട് മോളെന്താ പറയാതെ? വെറുതെ വിളിച്ചു പറയാനും ചെയ്യാറുന്നില്ലേ? എന്റെ ഫോൺ ഓഫായിരിക്കായിരുന്നു അമ്മ. അതാ ഞാൻ വിളിക്കാതിരുന്നത്. പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ചപ്പോ അവന്റെ ഫോൺ ബിസി ആയിരുന്നു. അപ്പോ എന്താ ഞാൻ പിന്നെ വിളിച്ചില്ല. പിന്നെ ഇപ്പൊ എത്തിയില്ലോ. ഞാനാണെങ്കി കഴിച്ചോടന്ന്. എന്തായാലും പോയി കിടക്കട്ടെ. എന്നാ പിന്നെ മോള് കിടന്നു പോയിട്ട്. അമ്മ ഈ വീഡിയോക്ക് ലെങ്ത് കുറവാണ്. എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോ ഏകദേശം 300 സബ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ 500 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞു ഗിഫ്റ്റ് എൻ്റെ വക ഉണ്ടാവും. അപ്പോ നിങ്ങൾ മാക്സിമം കമന്റ് ഇടാൻ നോക്കുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്ക്. പിന്നെ വീഡിയോക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.